പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമ്മുടെ ജീവിതമാവുന്ന യാത്ര സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പലപ്പോഴും പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. നമ്മളെടുത്ത പല തീരുമാനങ്ങളും നമുക്ക് തെറ്റിപ്പോയി. നമ്മൾ പല തോന്നലുകൾ കൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ശരിയാകും, ഇങ്ങനെ ചെയ്താൽ ശരിയാകും, കൂട്ടുകാരങ്ങനെ ചെയ്യുന്നു, നാട്ടുകാരങ്ങനെ ചെയ്യുന്നു, അങ്ങനെ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തി. അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ കണ്ണുനീരിലും ദുഃഖത്തിലും കഴിയേണ്ടി വന്നു. കരങ്ങൾ കൂപ്പി കണ്ണടച്ച്, ദൈവമേ, ഇന്നോളമുള്ള ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ജീവിതമാകുന്ന തീരുമാനങ്ങളിൽ പലപ്പോഴും ഞങ്ങൾക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ അൾത്താരയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ വഴി തുറക്കുന്നത്. യെശയ്യാ പ്രവചനം 48:17, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. യെസ്, അത് വിശ്വസിച്ചേറ്റെടുക്കുന്നു. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ പലപ്പോഴും ആലോചന ചോദിക്കാതെ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം എടുത്ത തീരുമാനങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി അങ്ങ് എന്നിൽ ഇടപെടണം. കർത്താവെ, എനിക്ക് പറ്റിയ തീരുമാനങ്ങളിൽ കർത്താവെ എന്നെ വിശുദ്ധീകരിക്കണം. ഓരോരുത്തരും ചിന്തിക്കുക, ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ചില അബദ്ധങ്ങൾ ചെന്ന് പെട്ടത്. പ്രത്യേകിച്ച് ജീവിതത്തിലെ ചില ബന്ധങ്ങളിൽ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ കൊള്ളാം, ഇതൊക്കെ കുഴപ്പമില്ല, ഇതൊക്കെ ഒരു തമാശയല്ലേ, എല്ലാവർക്കും ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ടല്ലോ എന്നോർത്ത് നമ്മളും ചില ബന്ധങ്ങൾ ചെന്ന് പെട്ട് പിന്നീട് ഊരാക്കുടുക്കായി ജീവിതത്തിൻ്റെ അഭിഷേകം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? യേശുവിനോട് പറ, യേശുവേ, ഇതെനിക്ക് പറ്റിപ്പോയി, കർത്താവേ എന്നോട് പൊറുക്കണമേ. ചില മേഖലകളിൽ ഒരുപക്ഷെ നിനക്ക് സാമ്പത്തിക മേഖലകൾ ചിലപ്പോൾ നഷ്ടം വന്നിട്ടുണ്ടാവും. എങ്ങനെയെന്നറിയോ? പണം ഇരട്ടിപ്പിക്കാൻ കൊടുത്തു. ഒരുപക്ഷെ ചില കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ ചിലർ പറഞ്ഞു ഇത് 4 ഇരട്ടിയായിട്ടും 10 ഇരട്ടിയായിട്ടും നിനക്കും കിട്ടും. ആലോചിച്ചൊന്നുമില്ല, തലയ്ക്കകത്തോട്ടൊരു ആർത്തി അങ്ങോട്ട് കടന്നു വന്നപ്പോൾ അങ്ങോട്ട് കൊണ്ട പണം നിക്ഷേപിച്ചു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലർക്ക് അങ്ങനെ പണം നഷ്ടപ്പെട്ടവരുണ്ടല്ലോ. ചില കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചത് മുഴുവൻ അവിടെ ഇവിടെയും കൊണ്ട് കളഞ്ഞു. ഇന്നെന്താണ് നിന്റെ ജീവിത അവസ്ഥ? ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് പറ്റിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ, ഒരുപക്ഷെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് കടന്നു വരുന്ന വിവാഹ ബന്ധങ്ങളിൽ തന്നെ പാളിച്ചകളിൽ സംഭവിച്ചവരുണ്ടാവും. കർത്താവേ, എനിക്ക് അന്ന് അങ്ങനെ തോന്നിപ്പോയി. കർത്താവേ, എൻ്റെ ജീവിതത്തെ അങ്ങ് വീണ്ടും പുനരുദ്ധരിക്കണമേ. എൻ്റെ യാത്രകളെ കർത്താവ് വീണ്ടും വിശുദ്ധീകരിക്കണമേ. പ്രകാശമാനമായിട്ടുള്ളൊരു യാത്ര കർത്താവ് എനിക്ക് വേണം. എൻ്റെ ജീവിതമാവുന്ന യാത്രയെ കർത്താവെ പ്രകാശിപ്പിക്കണം. ഈ സമയം ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തെ ഒരു യാത്രയെ ഒന്ന് ക്രമീകരിക്കുക. ഓരോ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന മേഖലയിൽ എനിക്കൊരു ക്രമീകരണം വേണം. എൻ്റെ യാത്രാ വഴികൾ ഇതൊരു പ്രശ്നമാണ്, ഇതൊരു തടസ്സമാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനേക ദുരിതങ്ങൾക്ക് കാരണം നമ്മുടെ ഇഷ്ടങ്ങളും തോന്നലുകളിലും പെട്ടുകിടക്കുന്നത് കൊണ്ടല്ലേ? കർത്താവെ, എൻ്റെ യാത്രാ വഴികളെ ഒന്ന് ക്രമീകരിക്കാൻ കർത്താവെ അത്ഭുതകരമായിട്ട് അങ്ങ് എന്നിൽ ഇടപെടണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ, അഗ്നിജ്വാല പോലെ, ഇടിമുഴക്കം പോലെ കർത്താവെ അങ്ങ് എന്നിൽ പ്രവർത്തിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും, ഓരോ വഴികളും ക്രമീകരിച്ചു നൽകും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്.
നിന്റെ വഴികളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലും പ്രവേശിക്കട്ടെ. അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ ആത്മാവ് പ്രവേശിക്കുന്ന സമയം, നിന്നെ പുനരുദ്ധരിക്കുന്ന സമയം. ഇന്നലകളിൽ നിനക്ക് പറ്റിയ തെറ്റുകുറ്റങ്ങളിൽ നീ കെട്ടുപിണഞ്ഞ് കിടക്കേണ്ട വ്യക്തിയല്ല. കർത്താവിൻ്റെ ആത്മാവ് നിന്നെ വീണ്ടും ഇതാ ജീവിപ്പിക്കുന്നു. ഈ ലൂക്കാസ് വിശേഷം 4:18 ഈശോ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ, ഇതാ അന്ധർക്ക് കാഴ്ച നൽകാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ ഇതാ കർത്താവിൻ്റെ ആത്മാവുണ്ട്. ഓരോ അടഞ്ഞ വഴികളും പരിശുദ്ധാത്മാവ് തുറക്കും. ഓരോ രോഗികളെയും പരിശുദ്ധാത്മാവ് സൗഖ്യപ്പെടുത്തും. ഓരോ ബന്ധനങ്ങളിൽ കഴിയുന്നവരെയും പരിശുദ്ധാത്മാവ് വിടുവിക്കും. സഹോദര സഹോദരി, നീ വിശ്വസിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിളിച്ച് പ്രാർത്ഥിക്കണം, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ആത്മാവേ, 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 തീ കത്തുന്ന അഭിഷേകം എന്റെ മേൽ സംഭവിക്കണം, സംഭവിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് യേശുവേ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. യേശുവേ, യേശുവേ. ആരാധന കർത്താവേ. കൈയടിച്ചേ. ദൈവ തിരുമുമ്പിൽ നമുക്ക് ആഗ്രഹിക്കാം. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ഓ കർത്താവേ, സംഭവിക്കട്ടെ, ഇതെന്റെ മേൽ സംഭവിക്കട്ടെ. തീ കത്തുന്ന അഭിഷേകം എന്നിൽ സംഭവിക്കട്ടെ. ആഗ്രഹിക്കട്ടെ. പുനരുദ്ധരിക്കുന്ന ദൈവം, നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നവൻ ഇതാ ഇവിടെ ജീവിക്കുന്നു. ആഗ്രഹിച്ച് കൈയടിച്ച് എല്ലാവരും. ആത്മാവേ കനിയണമേ, അഭിഷേകം, അഭിഷേകം പകരണമേ. പഠിക്കേ, പഠിക്കേ. അഭിഷേകം, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ, അഗ്നിജ്വാല പോലെ, ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ, ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ, ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ, ഇടിമുഴക്കം പോലെ. അഗ്നിനാവുകളിൽ നീ കവിയണമേ, അഗ്നിനാവുകളിൽ നീ കവിയണമേ, അഗ്നിനാവുകളിൽ നീ പതിയണമേ, അഗ്നിനാവുകളിൽ നീ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ആത്മാവേ കനിയണമേ, അഭിഷേകം, അഭിഷേകം പകരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ദൈവമക്കളുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. നിന്റെ ജീവിത യാത്രയിൽ നിന്ന് തടയുന്ന എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലും വെളിപ്പെടുന്നു. ആഗ്രഹിക്കട്ടെ. കൈയടിച്ചേ. യെസ്, പരിശുദ്ധാത്മാവിലൊന്ന് ആനന്ദിച്ച് കൈയടിച്ചേ. ആരാധനയുടെ മുമ്പില് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ഒന്ന് ആടിപ്പാടി. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ ശരീരത്തിൽ ഇടപെടുന്ന സമയം. ഉണങ്ങി വരേണ്ട ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും. തീയില് ചുള്ളിക്കത്തുന്നത് പോലെ, വെള്ളം തിളയ്ക്കുന്നത് പോലെ. ഓ പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തെ ബലപ്പെടുത്തണമേ. കൈയടിച്ചേ ശക്തിയോടെ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികത്തു വെളിപ്പെടുത്താൻ. പഠിക്കേ. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താൻ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും നിന്റെ നാമത്തെ വൈരികത്തു വെളിപ്പെടുത്താൻ. പഠിക്കേ. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താൻ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണം, വെള്ളം തിളയ്ക്കുന്നത് പോലെ നീ കവിയണമേ. ആമേൻ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ കനിയണമേ, ചാടിത്തുള്ളേ. അഭിഷേകം പകരണമേ. ആമേൻ, ആമേൻ. ആത്മാവേ കനിയണമേ, ഓ സംഭവിക്കട്ടെ. അഭിഷേകം പകരണമേ.
Yes. ആത്മാവിൽ കനിയണമേ അഭിഷേകം പകരണമേ അഗ്നിജ്വാല പോലെ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ അഗ്നിനാവുകളിൽ നീ പതിയണമേ അഗ്നിനാവുകളിൽ നീ ആഗ്രഹിക്കട്ടെ. Yes. നീ ചാടി ചാടി കൈയടിച്ച് ആത്മാവിൽ കനിയണമേ അഭിഷേകം പകരണമേ ആഗ്രഹിക്കട്ടെ. ആത്മാവിൽ കനിയണമേ ഓ ഹോളി സ്പിരിറ്റ് സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേലും ഈ ശുശ്രൂഷ സമയത്ത് ഒരു പുത്തൻ അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. അഭിഷേകം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. റിയൽ ഫയർ. ഒരു പുത്തൻ പന്തക്കുസ്ത ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടുന്ന സമയം. തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു. നിലമേൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. ലംബ 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 ഫീഡ 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 ഫീഡ. ഓ റിയൽ ഫയർ, റിയൽ ഫയർ, റിയൽ ഫയർ. ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ. ലംബ 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 റിയ 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 റിയ. അനേകരെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നു. അനേകരുടെ മേൽ പരിശുദ്ധാത്മ അഭിഷേകം വെളിപ്പെടുന്നു. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാഭിഷേകം. അഭിഷേകം. അഭിഷേകം പകരണമേ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പാടിക്കേ. ആത്മാവിൽ കനിയണമേ എന്നിലത് സംഭവിക്കട്ടെ. അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ, അഗ്നിജ്വാല പോലെ, ഇടിമുഴക്കം പോലെ, ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ, ഇടിമുഴക്കം പോലെ. മേഘം ഉയരുന്നതുവരെ അവര് കൂടാരത്തിൽ തന്നെ വസിച്ചു. മേഘം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു വാഗ്ദാനമാണത്. ദൈവ സാന്നിധ്യമാണത്. ദൈവം പറയാതെ അവർ അനങ്ങിയില്ല. ദൈവം പറയാതെ അവർ യാത്ര തിരിച്ചില്ല. ദൈവം പറഞ്ഞ സ്ഥലത്ത് അവർ യാത്ര നടത്തി. കർത്താവേ, എൻ്റെ ജീവിതത്തിലും അങ്ങ് പറയുന്നതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. തീരുമാനമാണ്. ഓരോ വ്യക്തിയും തീരുമാനമെടുക്കണം. കർത്താവ് ഇതിൽ സംഭവിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എൻ്റെ മേൽ ഇത് സംഭവിക്കട്ടെ. അങ്ങയെ അനുസരിക്കാനുള്ള തീരുമാനം, എൻ്റെ തോന്നലുകളല്ല, അങ്ങയെ അനുസരിക്കാനുള്ള തീരുമാനം. ആ വലിയ വിശ്വാസത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് എന്നെ ബലപ്പെടുത്തട്ടെ. ആ വലിയ ആഗ്രഹത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ.